അതിമനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്രയാണ്. ഞാൻ ഈ മൂന്നാർ വന്ന കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് മൂന്നാർ ടു തേനി പോകുന്ന റൂട്ട്. ആ റൂട്ടിനെ പറ്റി ഒരുപാട് പേര് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം നല്ല കാഴ്ചകൾ നമുക്ക് പ്രകൃതി തരുന്ന ഒരു യാത്രയായിരിക്കും, ഒരു റോഡായിരിക്കും അതെന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഒരുപാട് നാളുകളായിട്ട് പോകണമെന്ന് ചിന്തിച്ചു കൂട്ടിയ ഒരു യാത്രയാണ്. ഓക്കെ, ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് മന്മഥനും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്ത് അവന് ടൈമുള്ളപ്പോൾ എനിക്ക് ടൈം ഉണ്ടാവില്ല, എനിക്ക് ടൈമുള്ളപ്പോൾ അവന് ടൈം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സമയം കണ്ടിട്ട് ഞങ്ങൾ തേനിക്ക് പോവുകയാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഈ പോകുന്ന വഴി ഇപ്പോൾ ഈ കാണുന്നത് ആനേറങ്കൽ ഡാമാണ് കേട്ടോ. ആനേറങ്കൽ ഡാമിൻ്റെ ഒരു കോർണറാണ്. നിങ്ങൾ ആനേറങ്കൽ ഡാം എൻ്റെ വീഡിയോസിൽ തന്നെ മുന്നേ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് വീഡിയോസിൽ ആനേറങ്കൽ ഡാമിനെ കുറിച്ച് നിങ്ങളോട് വിവരിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ പോകണം. നമുക്ക് ഏകദേശം 55 കിലോമീറ്റർ അടുത്തുണ്ട് ഇവിടുന്ന് തേനിക്ക് പോകാൻ ഡിസ്റ്റൻസ്. നമ്മൾ ബോഡിമെട്ട് ബോഡി ഒക്കെ വഴിയാണ് നമ്മൾ പോകുന്നത്. ബോഡിമെട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. വ്യൂ പോയിൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബോഡിമെട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നമ്മൾ ഹെയർ പിൻ വളവിലൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ, അടിപൊളിയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോയും വീഡിയോസും എടുക്കാൻ പറ്റണ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് മന്മഥൻ എനിക്ക് വിവരിച്ച് തരികയാണ്. ഓരോ സ്ഥലം എത്തുമ്പോഴും അവിടെ ഇതാണ് സംഭവം, അവിടെ അങ്ങനെയാണ് എന്ന് അവനിങ്ങനെ ഓരോ സ്ഥലങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങളുടേത്. അപ്പം ക്ലൈമറ്റും ഇന്നത്തെ ക്ലൈമറ്റും വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു. ഈ മനോഹരമായിട്ടുള്ള റോഡ് കാണുമ്പോൾ തന്നെ നമുക്കിതിലൂടെ യാത്ര ചെയ്യാൻ തോന്നും അല്ലേ. നല്ല ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ട്രാവലിംഗ് ആയിരുന്നു. നല്ല റോഡാണ്. നമുക്ക് ഒരു പ്രശ്നമോ ഒരു ഗട്ടറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. പിന്നെ ഒരു കാര്യമുള്ളത് എപ്പോഴും വളവും തിരിവൊക്കെയാണ് കേട്ടോ. നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 55 കിലോമീറ്ററോളം തേനിക്കുണ്ട് ഇവിടുന്ന്. നമ്മൾ ബോഡിമെട്ട് ചെന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ബോഡിമെട്ട് എത്തി. ഇപ്പം തമിഴ്നാട്ടിൽ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന്, ഇവിടെയാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വരുന്നത്. ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ കണ്ടോ തമിഴ്നാടിൻ്റെ ബസ്സൊക്കെ കണ്ടോ നിങ്ങൾ. നമ്മളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തോടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്നാണ് ശരിക്കും ഇടുക്കി ഡിസ്ട്രിക്റ്റ് ഇവിടെ വരെ ഉള്ളൂ. ഓക്കെ, ഇടുക്കി ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഇനി മുതൽ അങ്ങോട്ട് തമിഴ്നാടിൻ്റെ വ്യൂ ആണ്. ബോഡിമെട്ട് ആയി കേട്ടോ. നമ്മൾ ഈ റൂട്ടിലൂടെ ഒരുപാട് ബസ് സർവീസ് അവൈലബിൾ ആണ്. തമിഴ്നാടിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ KSRTC ആയിക്കോട്ടെ, ഒരുപാട് ബസ് സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. എല്ലാ ടൈമും ഉണ്ട്. അപ്പം എല്ലാവർക്കും ബസ് യാത്രയാണെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് കാഴ്ചയൊന്നും മിസ്സാവത്തില്ല. ബസ്സിലാണെങ്കിലും നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടും. ഈവൻ രാത്രിയിൽ പോലും ഇതുവഴി ബസ് സർവീസുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. മൂന്നാർ ടു തേനി, തേനി ടു മൂന്നാർ. അപ്പോൾ എപ്പോഴും ഒരു ബസ് സർവീസ് ഉള്ള ഒരു ഏരിയ കൂടെയാണ് ഇത്. ഇനി നമുക്ക് ബോഡിമെട്ടിൽ നിന്ന് ബോഡിയിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. ഈ 25 കിലോമീറ്ററിനുള്ളിലാണ് നമ്മുടെ 17 ഹെയർ പിൻ വളവുകൾ വരുന്നത് കേട്ടോ. ഈ 17 ഹെയർ പിൻ വളവുകൾ നമുക്ക് മേളിൽ നിന്ന് കാണുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ റൂട്ട് എല്ലാവരും വന്നിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പോകുന്ന വഴി നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അതായത് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകൾ ഇതിനിടയിൽ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ തേനിക്ക് പോകുന്ന ഈ വീഡിയോ ഒരു 2-3 പാർട്ടായിട്ടാണ് ഇടുന്നത്. കാരണം ഒരുപാട് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അത്രയും ലെങ്ത്തിൽ ഇടാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ ടേണിങ്ങും കഴിഞ്ഞ് പോവുകയാണ്. ഓരോ ടേണിങ് വരുമ്പോഴും അവിടുത്തെ ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിച്ചു കേട്ടോ. അത് ഈ സ്പോട്ട് കണ്ടോ നിങ്ങൾക്ക്. ഇതൊരു നല്ല സ്പോട്ടാണ് കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരം ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ചതുരംഗപ്പാറ പോയപ്പോൾ എടുത്ത ഒരു വ്യൂ പോയിൻ്റ് ഇല്ലേ, അവിടുന്ന് എടുത്ത വീഡിയോ പോലെ ഉണ്ട് ഇത് കേട്ടോ. ഏകദേശം ഇവിടെ നിന്ന് കഴിഞ്ഞാലൊക്കെ ചതുരംഗപ്പാറ മലകളൊക്കെ കാണാമെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല.
കാണുന്നത് തേനി ഏരിയയൊക്കെയാണ്. പിന്നെ അവിടെ നമ്മൾ പുറപ്പെട്ടു. ആ കാണുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ, നമ്മുടെ ചങ്കിൻ്റെ മന്മഥൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ടാണ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.